ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പൊ ഇന്ന് നമ്മുടെ ക്രിസ്മസ് സീരീസിന്റെ അടുത്ത ഡിഷാണ് ബീഫ് സ്റ്റൂ ആണ് നമ്മളിന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ഞാനിവിടെ 250 ഗ്രാം ബീഫാണ് എടുത്തേക്കുന്നത്. കാരണം ഞങ്ങൾ രണ്ടുപേരും മാത്രം ആയതുകൊണ്ട് അത്ര മാത്രമേ എടുക്കുന്നുള്ളൂ. പിന്നെ അതിന് തക്കതായിട്ടുള്ള ഓണിയൻ ആണ് ഞാൻ എടുത്തേക്കുന്നത്. ഒരു വലിയ ഓണിയന്റെ ഒരു ഹാഫ് പോർഷൻ ആണ് എടുത്തേക്കുന്നത്. പിന്നെ ഒരു ക്യാരറ്റ്, ഒരു വലിയ പൊട്ടറ്റോന്റെ പകുതി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ ഒരു പിടി കാഷ്യൂ നട്ട്, ഒരു 50 ഗ്രാംസ് കാഷ്യൂ നട്ട് ഞാൻ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1 കപ്പ് കോക്കനട്ട് മിൽക്ക്. നമ്മുടെ കൂടെ ചാങ്കുട്ടൻ ഇവിടെ വെച്ചിട്ട് വേണം ഞാനിത് കുക്ക് ചെയ്യാൻ. എനിക്കറിയില്ല, നമ്മനെ ഹെൽപ്പ് ചെയ്യോ പൊന്നെ? ബാബ ഇതാരാണ്? അപ്പൊ ഞാൻ ഓൾറെഡി ബീഫ് എടുത്ത് കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കുക്കറിൽ. അതില് ബീഫില് ഒരു 2 ടീസ്പൂൺ കുരുമുളക് ഇട്ട് ഒരു പച്ചമുളകും ഈ എടുത്ത ഓണിയന്റെ ഒരു 1/4 ഒരു 1/4 ഭാഗം ഓണിയനും ഇട്ട് അത് കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബീഫ് സ്റ്റൂ കുക്ക് ചെയ്യാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനൊരു പാൻ എടുത്ത് വെച്ച് അത് ചൂടായതിന് ശേഷം 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ അതിൽ ആഡ് ചെയ്ത് കൊടുത്തു. ഇവിടുത്തെ കോക്കനട്ട് ഓയിൽ ഇങ്ങനെ ഫ്രോസൺ ആയിട്ടാണ് കിട്ടണേ. ബിക്കോസ് ഇവിടെ വിൻ്റർ അല്ലേ. അപ്പോൾ ചൂടാകുന്ന സമയത്ത് അത് മെൽറ്റ് ആയിക്കോളും. എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ അതിനകത്ത് ഹോൾ സ്പൈസസ് ഇട്ട് കൊടുത്ത് അത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. അതിലൊരു നല്ലൊരു സ്മെല്ല് വരും. അപ്പോഴാണ് അത് റോസ്റ്റായി എന്ന് മനസ്സിലാവണേ. ആ ഒരു സ്മെല്ല് വരുന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരുന്ന ഓണിയനും പിന്നെ ബാക്കി ഉണ്ടായിരുന്ന കട്ട് ചെയ്ത് വെച്ചിരുന്ന പച്ചമുളകും ഇട്ട് നന്നായിട്ട് ഇതിനെ സോട്ട് ചെയ്തെടുക്കുക. ഇതൊന്ന് സോഫ്റ്റായി നല്ലൊരു ബ്രൗൺ ഷെയ്ഡിൽ വരുന്നവരെയും നമ്മൾ നന്നായിട്ട് ഈ സവാളേനെ ഇങ്ങനെ വഴറ്റി കൊടുക്കാം. അപ്പോൾ അതിൻ്റെ കളർ ജസ്റ്റ് ഒന്ന് മാറി തുടങ്ങിയപ്പോഴത്തേക്കും ഞാൻ അതിലോട്ട് പൊട്ടറ്റോയും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന ക്യാരറ്റും ഇട്ട് കൊടുത്തു. അതിനെയും ഒന്ന് ഈ പൊട്ടറ്റോയും ക്യാരറ്റും ആ ഒരു എണ്ണയിലും ഈ ഓണിയൻ്റെ കൂടെ ഒന്ന് റോസ്റ്റായി ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് വേണം നമ്മളിതിനെ അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അതിന് മുന്നേ ആ ഒരു പച്ച ടേസ്റ്റ് മാറാൻ വേണ്ടിയാണ് നമ്മൾ എണ്ണയിൽ ഇങ്ങനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണേ. കുറച്ചൊരു 2 മിനിറ്റ്. അത് കഴിഞ്ഞ് നമ്മളിത് അടച്ചു വെച്ച് ഇതിന് കുക്ക് ചെയ്യാൻ വേവുന്നുണ്ട്. നമ്മൾ പൊട്ടറ്റോയും ക്യാരറ്റും കൂടെ കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ സമയത്ത് നമുക്ക് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട് നമുക്കൊന്ന് പേസ്റ്റ് ആക്കി അരച്ചെടുക്കാം. നമ്മുടെ പൊട്ടറ്റോയും ക്യാരറ്റും ഇവിടെ ഇരുന്ന് കുക്കാവുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ ബീഫ് റെഡി ആയിട്ടുണ്ട്. ബീഫിൽ ടോട്ടൽ ഞാൻ 4 വിസിലാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്കത് കുക്കായെന്ന് നോക്കാം. ഹൈ ഫ്ലെയിമിൽ 1 വിസിലും പിന്നെ ലോ ഫ്ലെയിമിൽ 3 വിസിലുമാണ് ഞാൻ കുക്ക് ചെയ്യാനായിട്ട് എടുത്തേക്കുന്ന ബീഫ്. നമ്മുടെ ഓരോ സ്ഥലത്തുള്ള ബീഫിന് വ്യത്യാസമുണ്ട് വേവ്. അപ്പോൾ ആ വേവിനനുസരിച്ച് വേണം നിങ്ങളുടെ വിസിലിൻ്റെ എണ്ണം നിങ്ങൾ തീരുമാനിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ബീഫ് ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് നമ്മുടെ പൊട്ടറ്റോയും ക്യാരറ്റും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. അതും ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പൊട്ടറ്റോയിലോട്ട് നമ്മൾ നമ്മുടെ ബീഫ് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാണ്. അപ്പോൾ ഞാനിതിൻ്റെ സ്റ്റോക്കോട് കൂടെയാണ് ഈ ബീഫിനെ ഇങ്ങോട്ട് മാറ്റുന്നത്. ഇതിപ്പോൾ 500 ഗ്രാമിൽ കൂടുതലുണ്ട് ബീഫ്. ഞാൻ അതിൻ്റെ പകുതി എടുക്കുന്നുള്ളൂ. കാരണം സ്റ്റൂവിന് ഞങ്ങൾ 2 പേരുള്ളതുകൊണ്ട് അതിൻ്റെ അളവ് മതിയല്ലോ. അപ്പോൾ ആ സമയത്ത് ഈ സ്റ്റോക്കും ബീഫും ഒക്കെ മാറ്റി കഴിഞ്ഞിട്ട് ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ കാഷ്യൂ നട്ട് പേസ്റ്റ് ആക്കിയതും അതിലിച്ചിരി വെള്ളവും കൂടെ ആഡ് ചെയ്ത് ഞാനിതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തു നമ്മുടെ ബീഫിലോട്ട്. അപ്പോൾ ഈ ബീഫിൽ ഈ കാഷ്യൂ നട്ടിൻ്റെ ആ ഒരു ഇതൊന്ന് കുറുകി വരുന്ന വരെ നമ്മൾ കുക്ക് ചെയ്തെടുക്കുക. ജസ്റ്റ് ഒന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം അടിയിൽ പിടിക്കാതിരിക്കാനായിട്ട്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ആ ഒരു കൺസിസ്റ്റൻസി ഇങ്ങനെ കുറുകി വരുന്ന വരെ നമ്മൾ അതൊന്ന് കുക്ക് ചെയ്തെടുക്കുക ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട്. അപ്പോൾ ഇതൊന്ന് കുറുകി വരുന്ന സമയത്ത് അടുത്ത സ്റ്റെപ്പാണ് നമുക്ക് കോക്കനട്ട് മിൽക്ക് നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നോക്കിക്കേ, അതിൻ്റെ കൺസിസ്റ്റൻസിയൊക്കെ മാറി. അതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് നമ്മൾ ഒരു തിള വരുന്ന വരെ മാത്രം ഇതിനൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഒറ്റ തിള മതി, കൂടുതൽ തിളയ്ക്കേണ്ട. കോക്കനട്ട് മിൽക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ തിളയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിനകത്ത് ഈ കോക്കനട്ടിൻ്റെ ഈ സ്പൈസസിൻ്റെ സ്മെല്ലും ഈ കോക്കനട്ടിൻ്റെയും കാഷ്യൂ നട്ടിൻ്റെയൊക്കെ ആ ടേസ്റ്റും ഒക്കെ ഇറങ്ങി ഭയങ്കര നല്ലൊരു കൺസിസ്റ്റൻസിയിൽ ഇത് കുക്കായി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ അതിനെ മാറ്റി വെച്ചിട്ട് നമുക്ക് ഇനി സീസണിങ് ചെയ്യാനായിട്ട് നമ്മൾ കാഷ്യൂ നട്ടും കിസ്മസും ഇച്ചിരി നെയ്യിൽ വഴറ്റിയെടുക്കുവാണ്.
ആവശ്യത്തിന് ഉള്ളതേ എടുത്തിട്ടുള്ളൂ. ഞാൻ കുറച്ചെടുത്തുകൊണ്ട് മാത്രമാണ് ഈ കുറച്ച് എമൗണ്ട്. അപ്പോൾ അതെ അതിനകത്ത് ഒഴിച്ചു കൊടുത്തു. നമ്മുടെ ബീഫ് സ്റ്റൂ അങ്ങനെ റെഡിയായി. ഇനി നമുക്കതൊരു പാത്രത്തിലോട്ട് സെർവ് ചെയ്യാം. നമ്മുടെ ബീഫ് സ്റ്റൂ അങ്ങനെ റെഡിയായി. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക ആൻഡ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നവരേക്കും ബൈ.